ക്രിക്കറ്റ് കളിക്കുക, ബീച്ച് ക്രിക്കറ്റ്. ഇല്ല ഇല്ല ഇല്ല. ഹായ്. ഞങ്ങൾ ശ്രീലങ്കയുടെ സദേൺ പ്രൊവിൻസിലുള്ള ഗാൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ രാവണനെ കൊണ്ടിട്ടുള്ള ശ്രീലങ്കൻ റോഡ് ട്രിപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവണൻ പുറകെ കിടക്കുന്നുണ്ട്. രാവണന്റെ വകയും ഒരു സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഫോർട്ട് കണ്ടു കേട്ടോ, ഡച്ച് ഫോർട്ട് കണ്ടു ഗാലിലുള്ളത്. അപ്പോൾ ഈ ഡച്ച് ഫോർട്ട് മാത്രമല്ല, ഈ എന്താ പറയുക, ഡച്ചുകാർ അല്ലെങ്കിൽ ഈ കോളനൈസ് ചെയ്ത ആൾക്കാർ ഇവിടെ അവശേഷിച്ച് പോയിരിക്കുന്നത് കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതിനെ ഒരു മിനി ഗോവ എന്നൊക്കെ പറയാം. അതെ, സദേൺ സൈഡിലോട്ട് കണ്ട കുറെ കാര്യങ്ങളിൽ ഒരു ഗോവ ഫീൽ എവിടെയോ കിട്ടുന്നുണ്ട്. അപ്പം ഇവിടെ കുറെ ബീച്ചസ് ഉണ്ട്, ഇവിടെ കുറെ കാര്യങ്ങൾ കാണാനുണ്ട്. അതുപോലെ കൂടാതെ ഡച്ചും പോർച്ചുഗീസും ഒക്കെ ഇപ്പോഴും അവരുടെ കുറെ ട്രഡീഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ ഓരോ കാര്യങ്ങളൊക്കെ തേടിയിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ചില ഇന്നിപ്പോ നമ്മൾ ആദ്യം നമ്മൾ ബീരാലു ലേസ് മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർച്ചുഗീസ് ഡച്ച് ലേസ് മേക്കിംഗ് ടെക്നിക്ക് ഇവിടെ ഉണ്ട്. ആ ലേസിനെ ബീരാലു ലേസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചിട്ടാണ് പോകണം. നമുക്ക് അവിടെ പരിചയമുള്ള ആൾക്കാരോ ഒന്നുമില്ല, ജസ്റ്റ് പോയി തന്നെ കണ്ടുപിടിക്കണം. 2 സ്ഥലങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കിട്ടുന്നു വിചാരിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സീയും കുറച്ച് അടിപൊളി കാഴ്ചകളൊക്കെ കാണാനുള്ള പ്ലാനിലാണ്. അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി. വെൽക്കം ടു 10 Pin Stories. മാഗാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തും വെലിംഗാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തുമാണ് ഈ ബീരാലു ലേസ് മേക്കിംഗ് കൂടുതൽ കണ്ടുവരുന്നത് കേട്ടോ. മാഗാൽ എന്നാണോ മാഗല്ലെന്നാണോ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. MAGALLE ആണ് സ്പെല്ലിങ്. അപ്പം മാഗല്ലയാണോ മാഗാലാണോ എന്നറിയില്ല. ഈ വെലിംഗാമ നമ്മൾ നിൽക്കുന്ന ഗാലിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. മാഗൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരമുള്ളൂ. അപ്പം നമ്മൾ മാഗാൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോയിട്ട് ഈ ലേസ് മേക്കിങ്ങിനെ കുറിച്ച് അന്വേഷിക്കാം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ രാവണനെ എടുക്കാൻ പോകുന്നു. ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. നെറ്റിൽ നോക്കിയ സ്ഥലത്തേക്കാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഒന്നും കാണാനില്ല. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് അന്വേഷിച്ചിട്ട് പോയി നോക്കാം. ആരോട് ഇതുവരെ ചോദിച്ചില്ല കേട്ടോ. അപ്പോൾ ചോദിച്ചിട്ട് പോയി നോക്കാം. ആ ചേട്ടന് അറിയില്ല, പക്ഷെ ഈ ഭാഗത്ത് എവിടെയോ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പേര് രണ്ടും തെറ്റാണ്. ഇത് മാഗല്ലെ അല്ല, മേഗേൽ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. മേഗേലും പിന്നെ ബീരാലും അല്ല, ബീരലും. ബീരലു എന്നാണ് മറ്റേ ഡിസൈൻ ആർട്ട് വർക്ക്. ബീരലു സ്ഥലത്തിന്റെ പേര് മേഗേൽ, MAGALLE. നാണക്കേട്. ബീർലോ ലേസ് മേക്കിംഗ് ടെക്നിക്ക് ആക്ച്വലി ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഈ ഗാലിലേക്ക് സദേൺ പാർട്ട് ഓഫ് ശ്രീലങ്കയിലേക്ക് കൊണ്ടുവന്ന ഒരു ലേസ് മേക്കിംഗ് ടെക്നിക്കാണ് കേട്ടോ. അപ്പോൾ ആ ലേസിനെയും ബീർലു എന്നാണ് പറയുന്നത്. ഈ പാൻഡമിക്കിന് മുന്നേ വരെ ഇവർ നല്ല ആക്റ്റീവായിരുന്നു. ആ കലകൾ ഇതേപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഹാൻഡ്ലൂമും വീവിങ് ഒക്കെ കുറഞ്ഞു വരുന്ന പോലെ അതൊരു ടൈമിൽ കുറഞ്ഞു വരികയായിരുന്നു. പക്ഷെ ഒരു 2014-13 ഒക്കെ തൊട്ടിട്ട് ഇവിടെ കുറേ മാനുഫാക്ചേഴ്സ് ഒക്കെ ഈ ലേസ് ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം ഇവിടെ ഒരുപാട് പേര് എക്സ്പോർട്ട് ചെയ്ത് അത്യാവശ്യം നന്നായി പോയിരുന്നൊരു ലേസ് ഇൻഡസ്ട്രി ആയിരുന്നു. പക്ഷേ ഈ പാൻഡമിക്കിന് ശേഷം ഇവർക്ക് ശരിക്കും ക്ലോസ് ഡൗൺ ചെയ്യേണ്ടി വന്നു. കുറേ വില്ലേജസിൽ ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു, ലേസ് മേക്കിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പാൻഡമിക്കിന് ശേഷം ആ വില്ലേജസ് ഒക്കെ മൊത്തമായിട്ട് ക്ലോസ് ഡൗൺ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ചില സ്ഥലത്ത് മാത്രമാണ് ഈ ലേസ് മേക്കിംഗ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഒരു കടയിലെത്തിയേക്കാണ്. തുറന്നിട്ടുണ്ട്. ഹർഷി ലേസ് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞത് കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് തപ്പി പിടിക്കാൻ. കാണുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന്. കാര്യം വലിയ കടയാണ്, പക്ഷെ നെറ്റിലൊന്നും നോക്കിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നമ്മളിവിടെ എത്തി. ഇവിടെ മാനുഫാക്ചറിങ് ഉണ്ടോന്ന് അറിയില്ല അല്ലേ? അറിയില്ല, കാരണം ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഫുൾ ഡ്രസ്സുകളൊക്കെ തൂക്കിയിട്ട് ഒരു ഷോപ്പ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഉള്ളിൽ ഉണ്ടാക്കണ്ടോന്ന് അറിയില്ല. നമുക്ക് ആക്ച്വലി ഉണ്ടാക്കുന്നതാണ് കാണേണ്ടത്. ഇനിയിപ്പോൾ ഇൻ കേസ് ഉണ്ടാക്കുന്നത് കണ്ടില്ലെങ്കിൽ ബീർലു ലേസ് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം.
ഇവിടെ അവർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ട ചേട്ടൻ്റെ അമ്മയാണ് ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതാണ് അതിൻ്റെ ബീർലു ലേസിൻ്റെ അവരുണ്ടാക്കുന്ന മെഷീൻ. और कितना टाइम लगता है एक यार्ड 2 दिन का? 2 दिन का? हाँ। एक यार्ड मतलब एक यार्ड इधर से कितने दूर के लिए? I mean, 2 दिन. आपका फैक्ट्री है? हाँ यार देख सकता है? देखा यार. थैंक यू. ये क्लोथिंग का है बहुत काम तो है बनाने का सब. हाँ हाँ ये लेसे. हाँ हाँ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ അമ്മൂമ്മ അത് ഉണ്ടാക്കുന്നത്. അതിന് ഒരു യാർഡ് ഏകദേശം 1 മീറ്റർ കൂടുതലാന്ന് തോന്നുന്നു കേട്ടോ. ഒരു യാർഡ് ഉണ്ടാക്കാൻ അവർക്ക് 2 ദിവസം വേണമെന്നാണ് പറയണത്. അത് ഭയങ്കര സൂക്ഷ്മതയോടെയാണ് അവർ ചെയ്യണത്. അതിനൊരു പാറ്റേൺ ഇട്ടോ, ഒരു റോള് പോലെയാണ്. ഈ റോളിൽ ഒരു പേപ്പർ ഒട്ടിച്ചേക്കാണ്. ഈ പേപ്പറിൽ ഓൾറെഡി ഒരു ഡിസൈൻ ഉണ്ട്. ആ ഡിസൈനിലേക്ക് ഒരു മുട്ടുസൂചി കുത്തി വയ്ക്കുന്നു. അതിന് ചുറ്റും അവർ തുന്നുന്ന പോലെ അല്ലെങ്കിൽ അത് വീവ് ചെയ്യുന്ന പോലെ നമ്മുടെ വീവിങ്ങിലൊക്കെ കാണാം ഒരു പാറ്റേണിൽ ഇങ്ങനെ ഹോൾ ഇട്ടിട്ട് അതേപോലത്തെ ഒരു മെത്തേഡ് തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ അത് ഭയങ്കര എഫേർട്ട് വേണ്ട ഒരു പണിയാന്ന് തോന്നുന്നു. അപ്പോൾ ലക്ഷ്മി ഇവിടുത്തെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ കമ്മലുകളുണ്ട്, ബീർലു ഡിസൈനിൻ്റെ കമ്മലുകൾ, പിന്നെ ടേബിൾ മാറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. കുറേ സാധനങ്ങളുണ്ട് ഇവിടെ ഈ കടയിൽ. അപ്പോൾ ഇവർ ഉണ്ടാക്കുന്നത് മാത്രമല്ല പുറത്തുനിന്ന് ആൾക്കാർ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുന്നുമുണ്ട്. സാരി, കുറേ സാധനങ്ങൾ കാണാനുണ്ട്, ബാഗ് കുറേ ഉണ്ട്. ലേസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൊടയാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ട്. അതിൻ്റെ ഈ പിടിയൊക്കെ ഫുൾ ചൂരിലോണ്ടും മരം കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ആ ഒരു ലേസിൻ്റെ ഒരു കളറിന് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഡെക്കറേഷൻ ആയിട്ട് അല്ലേ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് കല്യാണത്തിനോ അല്ലേ? കല്യാണത്തിന് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ നമുക്ക് വീടിന്റെ ഷോ പീസ് ഒക്കെ ആയിട്ട് ഇപ്പൊ 2 സോഫ ഉണ്ട്, അതിന്റെ സെന്ററിലൊക്കെ ആയിട്ട് വെക്കാം. എന്തെങ്കിലും ഷോ പീസിന്റെ മുകളിലായിട്ട് നമുക്ക് അതിന്റെ സപ്പോർട്ട് കൊടുക്കുന്ന പോലെ വെക്കാം. ഹോം ഡെക്കോറൊക്കെ ആയിട്ട് വെച്ചാണ്ടല്ലോ നല്ല, അതായത് ക്ലാസി എലഗന്റ് ആയിട്ടുള്ള ഒരു പീസാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിന്റെ ഈ കൊടയുടെ നമ്മളിങ്ങനെ താഴ്ത്തുന്ന ആ സംഭവം ഉണ്ടല്ലോ, അതടക്കം മരം കൊണ്ടാണ് ചെയ്തേക്കുന്നത്. ഇത് താഴ്ത്താൻ പറ്റും. ഞങ്ങളുടെ ശ്രീലങ്കൻ യാത്രയുടെ ഇടയിൽ ഞങ്ങൾ കാണുന്ന കുറച്ച് രസകരമായിട്ടുള്ള ഭംഗിയുള്ള സംഭവങ്ങളും പ്രൊഡക്ട്സ് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് ബാഗ്സും ക്ലോത്ത്സും ജ്വല്ലറീസും ഹോം ഡെക്കേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കളക്ഷനാണ്. ഈ കളക്ഷൻ നമ്മൾ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ടിൻപിൻ സ്റ്റോറീസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് ഞങ്ങളിത് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ പോസ്റ്റ് ഇടുന്ന ദിവസം നമ്മൾ എന്നാണെന്നൊക്കെ ഉള്ളത് നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ടിൻപിൻ സ്റ്റോറീസിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ബീരാലു നമ്മൾ 2-3 ദിവസം എടുത്ത് ഇവർ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടുള്ള 2-3 ക്യൂട്ട് കാര്യങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതെന്താന്നൊക്കെ വഴിയെ അറിയാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ ഇടാൻ പോകുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ആയിട്ട് ഇടാം, സ്റ്റോറി ആയിട്ട് ഇടാം. പിന്നെ നമ്മളത് യൂട്യൂബ് ചാനലിലും ഇപ്പോൾ ലക്ഷ്യം പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയാലോ? നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം. എന്തായാലും ഈ സംഭവം അടിപൊളിയാണ് കേട്ടോ. അവരത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കണതാണ്. ആ അമ്മൂമ്മ ഇരുന്നുണ്ടായി. എനിക്കത് കാണുമ്പോൾ സങ്കടമായിരുന്നു. എത്ര എഫേർട്ട്, എത്ര നേരം എടുത്തിട്ടാണെന്നറിയോ ഓരോ ലേസും അത് ഇതാക്കി എടുക്കണേ. ആ അമ്മൂമ്മ മാത്രമല്ല, ഇവിടെ അടുത്തുള്ള വില്ലേജസ് 2-3 ലേഡീസ് ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരവരുടെ വീട്ടിലുണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് അവിടെ കൊടുക്കും. ഈ ചേട്ടൻ ഇത് പുറത്തുള്ള ആൾക്കാർക്കും മാർക്കറ്റിലേക്കൊക്കെ സെല് ചെയ്തിട്ട് അവർക്കൊരു ഭാഗം പൈസ കൊടുക്കും, അവരുടെ വർക്കിൻ്റെ എമൗണ്ട് കൊടുക്കും. ബീരാലു ഡിസൈനിന്റെ മേക്കിംഗ് കണ്ടു, ഡിസൈൻസ് കണ്ടു, കുറച്ച് വാങ്ങി. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മളിനി നേരെ പോകുന്നത് മിരീസയിലേക്കാണ് കേട്ടോ. അപ്പൊ മിരീസയില് ഒരു കോക്കനട്ട് ട്രീ ഹില്ലുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമൊക്കെ വഴി ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ
കുറെ സ്ഥലത്ത് കണ്ടിട്ട് ഭംഗിയുള്ള സ്ഥലമാണ്, കുറെ സ്ഥലത്ത് കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ ഭംഗിയുള്ളൂ. അപ്പൊ ഇതൊന്ന് ഡയറക്റ്റ് ആയിട്ട് പോയി കണ്ടറിയാന്ന് വിചാരിച്ചു. ഇൻസ്റ്റാഗ്രാം വേഴ്സസ് റിയാലിറ്റി ആണോ എന്നും കൂടെ അറിയണം. ഒന്ന് റിയാലിറ്റി ആണോ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ എന്തായാലും ഇവിടുന്ന് 40 കിലോമീറ്റർ ഉണ്ട്, അതായത് ഗാലിന്ന് 40 കിലോമീറ്റർ ഉണ്ട് മിരീസിലേക്ക്. അപ്പൊ നമുക്ക് ഏകദേശം അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു 1 hour ഉണ്ട് നമുക്ക് ഇനി നമ്മുടെ രാവണനെ കൊണ്ട് നമുക്കൊരു 1 hour യാത്രയുണ്ട്. അപ്പൊ നേരെ അങ്ങോട്ട് വിടാം. കടലിന്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു വിശാലമായിട്ടുള്ള ഹൈവേ കൂടെയാണ് കേട്ടോ മൊത്തം ഗാൽ ടു മിരേസ റൂട്ട്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി റോഡാണ്, ഒരു ഹൈവേ ആണ്. സൈഡിലെ A12 എന്തായിരുന്നു A2 എന്ന് പറഞ്ഞിട്ടുള്ള ഹൈവേ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് സൈഡിൽ. ഗാലിന്ന് മിരിസ പോകുന്ന വഴി സൗത്ത് ശ്രീലങ്കയിലത്തെ കുറെ ഫേമസ് സ്ഥലങ്ങൾ ടച്ച് ചെയ്തിട്ടാണ് കേട്ടോ ട്രാവൽ ചെയ്യുക. ഗാലിന്ന് താൽപ്പ് നഹങ്കാമ, വെലിങ്കാമ, കുഗല്ലെ, അങ്ങനെ കുറേ ഫേമസ് സ്ഥലങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ പോകുന്ന വഴി നല്ല ഹാപ്പനിങ് ആണ്. കുറേ ടൂറിസ്റ്റ് ആൾക്കാരും റെസ്റ്റോറൻറ്റ്സും കഫേസും ഷാക്സ് ഒക്കെ ഉണ്ട്. വെലിങ്കാമ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ആക്ച്വലി ഒരു സർഫേഴ്സിൻ്റെ ഹബ്ബാണ്. അതുകൊണ്ട് സർഫിംഗ് റിലേറ്റഡ് ആയ കുറേ കടകൾ നമ്മുടെ സർഫിംഗ് സ്കൂൾ കണ്ടു, സർഫിംഗ് ബോർഡുകൾ റെൻറ്റ് ചെയ്യുന്ന കടകൾ, സർഫിംഗ് ബോർഡിൻ്റെ റിപ്പയർ നടക്കുന്ന കടകൾ, അങ്ങനെ സർഫിംഗ് റിലേറ്റഡ് സംഭവങ്ങളാണ് വെലിങ്കാം എത്തിയപ്പോൾ കാണുന്നത്. അങ്ങനെ ഏകദേശം 30-40 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഞങ്ങൾ മിരീസ് എത്തിയപ്പോൾ ഇവിടെ കോക്കനട്ട് ട്രീ ഹിൽ പോകുന്ന വഴി ചെറിയൊരു ഇടവഴിയാണ് കേട്ടോ. അതിൽ വണ്ടി കിടക്കും, പക്ഷേ അവിടെ ചെന്നേ പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഇവിടെ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഇത്തിരി പാർക്കിംഗ് സ്പേസ് കണ്ടു. സൈഡിൽ പാർക്കിംഗ് 100 rupees എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇതേ വണ്ടി ഇവിടെ കൊണ്ടിട്ടു, 100 രൂപ കൊടുത്തു, പാർക്ക് ചെയ്തു. അല്ലേ, ചൂട് തളർന്നു പോയി ലക്ഷ്മി ചൂട്ടത്ത്. വെയിലാണ്. ഈ വഴി അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. നമ്മുടെ മുമ്പിലും ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ക്യാൻറ്റീനിലുള്ളപ്പോഴല്ലേ നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സ് ഇവിടെ ഉണ്ട്. അവർ ഭാര്യയും ഭർത്താവും കൂടി ട്രാവൽ ചെയ്യാണ്. കണ്ണൂരുകാരെന്ന് തോന്നുന്നു കേട്ടോ. അവരിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചോദിച്ചിരുന്നു നിങ്ങൾ എവിടെ എത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അവരെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ ഗാൽ സൈഡിലേക്ക് വന്നപ്പോൾ അവർ ക്യാൻറ്റീൻ സൈഡിലേക്ക് പോയി. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലതാണ്, എന്തായാലും ഒന്ന് പോയി നോക്കണം എന്നൊക്കെ. അപ്പോൾ അതേ അവർ പറഞ്ഞിട്ടും കൂടി മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്ന് പറയില്ല, എന്നൊക്കെ കൂടുതൽ ലക്ഷ്മിക്കാണ്. ഈ ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത ഫോട്ടോസ് കാണുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. ആ ഒരു ഹില്ലിൽ ശരിക്കും ആ ഒരു ഇല്യൂഷൻ ഉണ്ട്. അത് അവിടെ പോയിട്ട് കാണിച്ചു തരാം. നമുക്കങ്ങനെ പറയാനില്ല. ഇവിടെ നമ്മൾ നടക്കുന്ന വഴിക്ക് സൈഡിൽ കരിക്കൊക്കെ വിൽക്കുന്നുണ്ട്. അവിടെ മുകളിൽ കാണുന്നതാണ് കേട്ടോ കോക്കനട്ട് ട്രീ ഹിൽ. ഓൾറെഡി ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് തന്നെ ക്യൂ ആയിട്ട് നിൽക്കാന്ന് തോന്നുന്നു ആൾക്കാർ ഫോട്ടോ എടുക്കാൻ. ശരിക്കും ക്യൂ ആയിട്ട് നിൽക്കുക. അവിടെ എനിക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട്. നമ്മളീ നടന്നു പോകുന്ന വഴിയുടെ സൈഡിലായിട്ടുണ്ടല്ലോ നിറച്ച് ചെടികളൊക്കെയാണ്. പിന്നെ ഇടയിൽ ആൾക്കാർ ഇങ്ങനെ സ്നോർക്കലിങ്ങിൻ്റെ ഗിയേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെൻറ്റ് ചെയ്തിട്ട് നമുക്കത് സ്നോർക്കൽ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ 2 പേര് സ്നോർക്കൽ ചെയ്യുന്നുണ്ട് കേട്ടോ.
തരത്തിലും അവിടെ സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും കാറ്റായിരുന്നു. കാറ്റ് കാരണം നമ്മളിങ്ങനെ നീങ്ങിപ്പോയിരുന്നു. പിന്നെ ഭംഗിയുടെ കാര്യത്തിൽ ശരിക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന പോലത്തെ തന്നെ ഒരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചത് ഫോട്ടോസിൽ മാത്രമായിരിക്കും ഭംഗിയുണ്ടാവും. ചില സ്ഥലങ്ങളുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസിൽ നല്ല ഭംഗിയായിരിക്കും, നേരിട്ട് കാണുമ്പോൾ നമുക്ക് അത്ര ഒരു ഗുമ്മ തോന്നില്ല. പക്ഷെ പട്ടി പണിയെടുക്കണം, കഷ്ടപ്പെടണം കേട്ടോ ഫോട്ടോ എടുക്കണമെങ്കിൽ. ഞങ്ങൾ കുറെ ഫോട്ടോ അവിടെ എടുത്തു. പക്ഷെ എന്താ പറയാ, എല്ലാവരുടെയും ആവശ്യം, അവിടെ വരുന്ന എല്ലാവരുടെയും ആവശ്യം ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഷ്ടപ്പെടണം. കുറെ നേരം വെയിറ്റ് ചെയ്യണം, നമ്മൾ പല പല ആംഗിൾസ് നോക്കണം, ആളില്ലാത്ത ആംഗിൾ നോക്കണം. പിന്നെ അവിടെ ഒരു അപ്പൂപ്പനുണ്ട് കേട്ടോ, ആള് അവിടെ നടന്ന് എല്ലാവർക്കും ഫോട്ടോ എടുത്ത് കൊടുക്കുക. അതായത് ആള് പൈസ ആള് ചോദിക്കുന്നില്ല, ആരെങ്കിലും ഇഷ്ടത്തോടെ കൊടുത്തു കഴിഞ്ഞാൽ ആള് മേടിക്കുന്നുണ്ട്, അല്ലാതെ ആള് ചോദിക്കുന്നില്ല. പക്ഷെ അങ്ങനെ എല്ലാവർക്കും ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം വർത്തി പിക്സ് ഒക്കെ എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത്രയും ട്രാവൽ ചെയ്ത് വരണം. പക്ഷെ കഷ്ടപ്പെട്ട് ഫോട്ടോസ്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴല്ലോ ഈ ഭാഗത്തൊക്കെ കുറച്ചും കൂടി സ്റ്റേ ചെയ്യായിരിക്കും രസം തോന്നും. കാരണം ഇവിടെ നല്ല ബീച്ചും കാര്യങ്ങളൊക്കെ നല്ലതാണ്, കുറെ കഫേസും നൈറ്റ് ലൈഫ് പൊതുവെ മിലിസ സൈഡിലേക്കാണ് കൂടുതലാണ്. അപ്പൊ ഗോളിൽ നിക്കണേക്കാളും നല്ലത് കുറച്ച് ഇവിടെ വന്ന് നിൽക്കായിരിക്കും നല്ലത്. ഗോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ബീച്ചിന്റെ സൈഡിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ അത്ര എക്സ്പെൻസീവ് ആയിരിക്കില്ല എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഗോളില് കുറച്ചും കൂടി എന്താ പറയാ, പണ്ട് താമസിച്ച റെസിഡൻഷ്യൽ ഏരിയാസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഇത് പക്ക ടൂറിസം വേണ്ടി മാത്രമുള്ള ഒരു ഏരിയ. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോണേ? ഇനി നമ്മൾ അടുത്തതായിട്ട് ദാലാവെല. ഇത് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് എടുത്തിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ. ദാലാവെല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, അങ്ങനെയാണോ പ്രൊണൗൺസ് ചെയ്യാന്ന് എനിക്കിപ്പോൾ ഡൗട്ടാണ്. എന്തായാലും ദാലാവെല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ച് ഉണ്ട്. ആ ബീച്ച് നല്ല ഭംഗിയാണ് കാണാനൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ ഒരു സ്പെഷ്യൽ സംഭവമുണ്ട്, ഒരു സ്വിങ് ആണ്, പാം ട്രീയിലുള്ള ഒരു സ്വിങ്. അപ്പോൾ ആ സ്വിങ് അന്വേഷിച്ചിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. പോകുന്ന വഴി ചെറിയൊരു ഐലൻഡ് കണ്ടു കേട്ടോ. അപ്പോൾ ആ കാണുന്നത് ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. 5 സ്റ്റാർ ഹോട്ടൽ കാണുമെന്ന് അറിയില്ല, പക്ഷേ ആ ഐലൻഡിൻ്റെ ഉള്ളൊരു ബിൽഡിംഗ് ഉണ്ട്, അതിലൊരു ഹോട്ടലുണ്ട്. അതിന് ടാപ്രോബെയിൻ ഐലൻഡ് എന്നാണ് കേട്ടോ പറഞ്ഞത്. ഞങ്ങൾ നേരത്തെ ഇവിടുന്ന് ആൾക്കാർ നടന്ന് അതിലേക്ക് ക്രോസ് ചെയ്ത് അങ്ങോട്ട് കയറി പോകുന്നുണ്ടായിരുന്നു. ആ ഒരു ഐഡിയയിലാണ് ഞങ്ങളിവിടെ തിരിച്ച് വരുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അതെ, പക്ഷെ ഇപ്പം ആരും എറ്റ് ദ മൊമെന്റ് നടന്ന് കയറി പോകുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ നിന്നിട്ട്. ആ ഐലൻഡ് കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാം. അതിന്റെ ഫ്രണ്ട് ഡോറ് പോലൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അതിനേക്കാളും ഭംഗിയാണ്. അതിനധികം ആഴില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അധികം ആഴില്ലാന്ന് തോന്നുന്നു ഇപ്പോഴും. കാരണം നമ്മൾ നേരത്തെ കണ്ട ഒരു ഇത് വെച്ചിട്ട് അധികം ആഴില്ല, ഒരു മാക്സിമം ഒരു അര വരെയൊക്കെ ഉണ്ടാവുള്ളൂ, അത്ര ആഴം ഉണ്ടാവുള്ളൂ. നമുക്ക് കുറച്ച് അങ്ങോട്ട് നടന്നു നോക്കാം. വെറും ഇലയല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ, നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം കണ്ടോ, ഒരു ബീച്ചിൻ്റെ സൈഡാന്ന് തോന്നുന്നു, പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കണോ, നല്ല വൃത്തിയായിട്ട്. എന്ത് രസം അത് കാണാൻ. അപ്പോൾ ഈ ടാപ്രോബെയിൻ എന്നാണ് കേട്ടോ ഈ ഹോട്ടലിൻ്റെ പേര്, നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ ടാപ്രോബെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗ്രീക്സ്, പണ്ടത്തെ ഗ്രീക്കിൽ ബിഫോർ ക്രൈസ്റ്റ് ഉണ്ടായിരുന്ന ഗ്രീക്കുകാർ ശ്രീലങ്കനെ വിളിച്ചിരുന്ന പേരാണ്. അപ്പോൾ ശ്രീലങ്കയ്ക്ക് പല പേരുണ്ടായിരുന്നു കേട്ടോ. തമ്പാപാനി, പിന്നെ സിലോൺ, ടാപ്രോബെയിൻ, അങ്ങനെ കുറേ പേരുകളുണ്ട് ശ്രീലങ്കയ്ക്ക്. അപ്പോൾ അങ്ങോട്ട് നടക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ച് പിള്ളേർ അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ നടന്ന് കുറച്ച് എത്തിയിട്ട് തിരിച്ചു വന്നിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ആ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല, എന്നാലും ആ ഭാഗത്തേക്ക് നടക്കണം. അവിടെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ, അവരാണ് നേരത്തെ അങ്ങോട്ട് നടന്നു എന്ന് പറഞ്ഞത്. അവർ കൊളംബോ എന്നുള്ളതാണ്. അതിലാദ്യം വന്ന് സംസാരിച്ച പയ്യൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ ഗുജറാത്തിൽ നിന്നുള്ളവരത്രേ. അപ്പോൾ അവരിവിടെ സെറ്റിൽഡാണ്. ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും ഗുജറാത്ത് ഭാഗത്തായിരുന്നു. പിന്നെ പാർട്ടീഷൻ്റെ സമയത്ത് ഗ്രാൻഡ് ഫാദർ പാകിസ്ഥാനിലായിപ്പോയി, ഗ്രാൻഡ് മദർ ഇന്ത്യയിലായിപ്പോയി. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് സെറ്റിലായി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. ഈ ബാഗ് ഒന്ന് പിടിക്കോ? ആ പിള്ളേരെന്നെ കളിക്കാൻ വിളിക്കുന്നുണ്ട്, ക്രിക്കറ്റ് കളിക്കാൻ വരും, ബീച്ച് ക്രിക്കറ്റ്. Your name? My name is Khalid. Khalid. Yeah, I'm from Colombo. I'm Rifkan. I'm from Colombo. Thank you.
I'm Asad from Colombo. Thank you, bro. I'm Atik from Colombo. Thank you. Ashfa. Thank you. Junaid Admani. Thank you. Rahim. Okay. Where's the other guy? One more. Bro, bye. I think we'll take a leave. See you. Yeah. Thank you. Thank you, bro. ഹരി ക്രിക്കറ്റ് കളിക്കാൻ പോയ നേരത്തെ ഞാൻ ഈ ടാപ്രോബേൻ ഐലൻഡിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഞാൻ തിരിച്ചറിയുന്നത്. ശ്രീലങ്കയിലത്തെ ഓൺലി പ്രൈവറ്റ്ലി ഓൺഡ് ഐലൻഡാണ് ഈ കാണുന്നത്. ഓൺലി ശ്രീലങ്കയിൽ വേറെ പ്രൈവറ്റ്ലി ഓൺഡ് ഐലൻഡ് ഇല്ല. ഇത് മാത്രമല്ല 1925 മോറിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ ഐലൻഡ് കണ്ടുപിടിച്ചത്. ഒരുപാട് ആൾക്ക് ഒരു പാരഡൈസ്, എർത്തി പാരഡൈസ് വേണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ആൾ ഇത് ഓൺ ചെയ്യുന്നത്. അതിനുശേഷം ആളുടെ മരണശേഷം സംശയം ചോദിക്കട്ടെ, ഇതിപ്പോ കണ്ടുപിടിക്കാൻ എന്താ പ്രശ്നമല്ല? എവിടെ നോക്കിയാൽ കാണില്ലേ ഈ ഐലൻഡ്? അങ്ങനെയല്ല, അത് വിൽക്കാൻ പറ്റില്ലായിരുന്നു അന്ന്. ഈ റോഡ് 1925 ഈ റോഡൊന്നും ഇല്ല, ഈ റോഡില്ല, അങ്ങനെ ഒന്നുമില്ല. വെലിഗാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിന് ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആൾ എന്നിട്ട് ഈ ഐലൻഡ് വാങ്ങുന്നത്. അതിനുശേഷം ഇപ്പം അതൊരു ഓസ്ട്രേലിയൻ ബിസിനസ് മാൻ ആയിട്ടുള്ള ജെഫ്രി ഡോബ്സ് എന്ന് പറഞ്ഞിട്ടൊരാളാണ് ഓൺ ചെയ്യുന്നത്. ഇതല്ലാതെ കുറേ അധികം ബുക്കുകളിൽ ഈ ഐലൻഡിനെ കുറിച്ചിട്ട് പരാമർശിച്ചിട്ടുണ്ട്, കുറേ പറഞ്ഞിട്ടുണ്ട്. അതായത് വേൾഡിലത്തെ ബെസ്റ്റ് ഹോട്ടൽസ്, അമേസിങ് ഹോട്ടൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഹോട്ടലും കൂടിയാണ് അത്. അതൊരു വില്ലയാണ് കേട്ടോ, ഹോട്ടൽ ഇങ്ങനെ റൂംസ് പോലെയല്ല, അതൊരു വില്ലയാണ്. ഒരുപാട് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ക്വീൻസ്, കിങ്സ് അങ്ങനെ ഒരുപാട് നിന്നിട്ടുള്ള ഒരു വില്ലയും കൂടിയാണത്. നമ്മളെ കൊണ്ട് താങ്ങോ? നമ്മളെ കൊണ്ട് ഒരിക്കലും താങ്ങില്ല. അതിൻ്റെ ബുക്കിംഗ് ഒന്നും ഓൺലൈൻ വഴിയുള്ള അവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതുവഴി അവരെ കോൺടാക്ട് ചെയ്യണം, എന്നാലാണ് അതൊരു പ്രൈസ്. അതൊരു പ്രഷ്യസ് പ്രോപ്പർട്ടിയാണ്. അതായത് ശ്രീലങ്കയിലത്തെ ഓൺലി പ്രൈവറ്റ്ലി ഓൺഡ് ഐലൻഡാണ്. ഈ 2004 സുനാമിയിൽ ഒരുപാട് നഷ്ടങ്ങൾ, അതിന് തകരാറ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഈ ജെഫ്രി, ഓസ്ട്രേലിയൻ ബിസിനസ്മാൻ, ആളുടെ അതിലത്തെ ഫേർണിച്ചേഴ്സും ഒക്കെ പുതുക്കിയത്. 4 പ്രാവശ്യം ബാറ്റ് ചെയ്യാൻ കിട്ടി. അതില് 1 പ്രാവശ്യം ഗോൾഡൻ ഡക്ക്, 1 പ്രാവശ്യം ഡക്ക്, പിന്നെ 2 പ്രാവശ്യം മുട്ടി ബാറ്റിൽ കൊള്ളു അല്ലേ? അങ്ങനെയൊക്കെ അവിടെ നിന്ന് കളിച്ചു കയറി. നല്ല അടിപൊളി പിള്ളേരായിരുന്നു കേട്ടോ. എല്ലാവരും കൊളംബോന്നുള്ളവരാണ്. അവരും ഇവിടെ വെക്കേഷൻ വന്നേക്കാണ്. അപ്പോൾ കുറച്ച് നേരം കളിച്ചു. അതിൻ്റെ ഇടയിൽ വേറെ ഫോറിനേഴ്സ് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരും ഓരോ പ്രാവശ്യം ബാറ്റൊക്കെ ചെയ്ത് അങ്ങനെ പോയി. നല്ല നല്ല പിള്ളേരായിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇനിയിപ്പോൾ എവിടെയും സ്റ്റോപ്പില്ല, നമ്മൾ നേരെ സ്വിങ്ങിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ദലവല ബീച്ചിലേക്ക് പോവാണ്. ഏകദേശം സന്ധ്യയായി തുടങ്ങിയിട്ടെന്നല്ല, സന്ധ്യയായി. അപ്പോൾ പറയരുതേട്ടാ, ഞാൻ കളിക്കാനാണ്, ഞാനിപ്പോൾ കളിക്കാൻ പോയതാണ്. അല്ലല്ല, ഏകദേശം സന്ധ്യയായി തുടങ്ങിട്ടോ. അപ്പൊ ഇപ്പോഴാണ് സ്വിങ്ങിന്റെ അവിടെ കുറച്ച് ലൈറ്റ് ആവാന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി കറക്റ്റ് ടൈമാണ്. നമുക്ക് ഇനി സ്വിങ്ങിന് അങ്ങോട്ട് പോവാം. ദലവല ബീച്ചിന്റെ സൈഡില് ഡ്രീം കബാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ആ ഹോട്ടലിലത്തെ ആൾക്കാരാണ് ആക്ച്വലി ഈ പാം ട്രീയുടെ മുകളിൽ സ്വിങ് ഉണ്ടാക്കുന്നത്. അവരുണ്ടാക്കി പിന്നെ ഏതൊക്കെയോ വ്ളോഗേഴ്സും ഇൻസ്റ്റാഗ്രാമേഴ്സും ഒക്കെ വന്ന് ഫോട്ടോസ് ഇടാൻ തുടങ്ങിയപ്പോൾ ഈ ഭാഗത്തുള്ള കുറേ വേറെ ഹോട്ടൽസ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇവരാണ് ആദ്യമായിട്ട് ഈ പാം ട്രീയിൽ സ്വിങ് ഉണ്ടാക്കുന്നത്. നമ്മൾ ചെറിയൊരു വഴി കൂടെ ഇവരുടെ ഹോട്ടലാണ് നമ്മൾ ലൊക്കേഷൻ ഇട്ടുണ്ടാക്കുന്നത്. ഇവരുടെ ഹോട്ടൽ നമ്മൾ ഇട്ടപ്പോൾ ഡ്രീം കബാന പാം ട്രീ സ്വിങ് എന്ന് പറഞ്ഞിട്ട് തന്നെ മാപ്പിൽ വേറെ ഒരെണ്ണം കിടക്കുന്നുണ്ട്. അത്ര ഫേമസ് ആണ് കേട്ടോ ഈ സ്വിങ്. നമുക്ക് മെല്ലെ ഇതിൽ കൂടെ നടക്കാം. ഒരു ചെറിയൊരു ഇടുങ്ങിയ ഭംഗിയുള്ളൊരു വഴി കൂടെയാണ് ഈ ഹോട്ടലിലേക്ക് പോകുന്നത്.
എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം നേരെ കടലല്ലേ, പക്ഷെ കടലൊന്നും നമുക്ക് നോക്കി കാണാനുള്ള സമയമൊന്നും കിട്ടില്ല. അതിനുള്ള നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും. 500 rupees കേട്ടോ നമ്മൾ ഒരു വട്ടം ചെയ്യണത്. ഒരു വട്ടം മീൻസ് അത്യാവശ്യം ഒരു 5-6 വട്ടമൊക്കെ നമുക്ക് ആടാൻ അവർ സമയം തരും. ഇവിടെ അതെ ഫുൾ ഫോട്ടോസ് എടുക്കാനും വീഡിയോസിന് എടുക്കാനുള്ള ക്യൂ ആണ് കേട്ടോ. ആ കഫേയിലുണ്ടല്ലോ പാട്ട് വെച്ചേക്കായിരുന്നു, ഭയങ്കര ഉറക്കം. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല നമുക്ക് ഇനി ഒരു ലൊക്കേഷനും കൂടി പോകാനുണ്ട്. പക്ഷേ ഇത് അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ നമ്മുടെ കോക്കനട്ട് ട്രീയിൽ വരികയാണെങ്കിൽ രാവിലെ വരികയാണെന്ന് നല്ലത്. നമ്മൾ പോയ നേരത്ത് കുറച്ച് എന്താ പറയുക വെയിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് വന്നത്. ഫോട്ടോസിന് അത്ര ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നേരത്തെ വരികയാണെങ്കിൽ രാവിലെ ഒരു 10 മണിക്കൊക്കെ മുമ്പ്, 10 മണിക്കല്ലെങ്കിലും ഒരു 7 മണി 8 മണി ആ ഒരു ഗോൾഡൻ ടൈമിൽ വരികയാണെങ്കിൽ നല്ലത്, നല്ല ഫോട്ടോസ് കിട്ടാൻ. ഇവിടെ ആണെങ്കിൽ ഈ ഒരു ടൈമാണ് വൈകുന്നേരം ഒരു 5 മണി ആ സമയത്ത് സൂര്യൻ ഒന്ന് അസ്തമിച്ച് ആ സൂര്യൻ്റെ ബാക്ക്ഡ്രോപ്പിൽ കാണാം. ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് കറങ്ങി ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കും ലക്ഷ്മി ആടി കഴിഞ്ഞു. അപ്പോൾ മര്യാദയ്ക്ക് നല്ല ഫോട്ടോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ അത് ഒരു പ്രാവശ്യം 500 rupees കേട്ടോ ഒരു പ്രാവശ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പ്രാവശ്യം കൂടി ആ ചേട്ടൻ ലക്ഷ്മി ചെയ്യാൻ സമ്മതിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ 2-3 നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഒരു സ്ഥലം കൂടി പോകണം. എങ്ങനെ പോണേ? ഇവിടെ ഒരു നാച്ചുറൽ പൂൾ ഉണ്ട്. നാച്ചുറൽ പൂൾ എന്ന് പറയുമ്പോൾ ഈ ലേക്കും അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. ശരിക്കും ഒരു നാച്ചുറൽ പൂളാണ്. കടൽ കയറി ഇങ്ങനെ കല്ലിൽ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള വന്നിട്ടുള്ള ഒരു പൂളാണ്. താൽപ്പിലാണ് നാച്ചുറൽ പൂള്. നമ്മൾ നേരെ അങ്ങോട്ട് പോവാം. ഏകദേശം ഇരുട്ടി തുടങ്ങി ഭയങ്കര ഡാർക്ക് ആവുന്നതിന് മുന്നേ നമുക്ക് അവിടെ എത്താം. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന സമയം കൊണ്ട് ഇവിടെ ഡ്രസ്സിങ് റൂം പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രസ്സിങ് റൂം എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഇങ്ങനെ കെട്ടി മറിച്ചൊരു സ്ഥലം. അവിടെ പോയിട്ട് ഡ്രസ്സ് മാറാം. ലേഡീസിനും കുറേ പേരെ മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങാൻ പോവാണ്. ഇവിടുത്തെ റോക്സ് ഒക്കെ ഭയങ്കര ഷാർപ്പാണ് കേട്ടോ. അപ്പോൾ വരുമ്പോൾ സൂക്ഷിക്കുക. നല്ല ഇടയിലൊക്കെ ഇത് ഉണ്ടോ, ഈ കോറൽ പോലത്തെ ഇതുപോലത്തെ കല്ലുകളാണ്. അപ്പോൾ ഇതൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ വേഗം ഗോപ്രോയിലേക്ക് മാറിയിട്ടോ. അതാണ് കാണുമ്പോൾ അല്ലേ ഇതിനൊരു വ്യത്യാസം ഉണ്ടോ. ഐഫോൺ ബാഗിൽ വെച്ചേക്കാണ്. ഒരു പ്രത്യേക ഫീൽ ആട്ടോ. ഇവിടെ ചവിട്ടുമ്പോൾ പായലിന്റെ ആണോ എന്താന്ന് മനസ്സിലാവണില്ല, എന്തോ അങ്ങനെ തരിതരി എന്ന് പറഞ്ഞൊരു ഫീല്. നിലയുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് നില ഉണ്ടാവില്ല എന്ന്. താഴത്ത് ഇങ്ങനെ മണ്ണ് പോലെ മണലും ഒക്കെ പോലെയാണ് കേട്ടോ. അപ്പോൾ നല്ല സുഖമുണ്ട് നിൽക്കാൻ. ഇവിടെ വേറെ ഒരു ഫാമിലി ഒക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കേ ഇല്ല അങ്ങോട്ട് അത് തെരയാണ്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്നറിയോ, മുങ്ങിപ്പോയില്ല. കാരണം ഈ ഒരു പൂളിൻ്റെ ഉള്ളിൽ നല്ല നിലയാണ്. പിന്നെ നമ്മൾ ഒലിച്ചു പോവില്ല, കാരണം അവിടെ കല്ലുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങോട്ടും പോവില്ല. ലക്ഷ്മിയുടെ പേടി ഇതുവരെ മാറിയിട്ടില്ല. ആക്ച്വലി ശരിക്കും നല്ല സേഫാണ്. ഇത് ചെറിയ കുട്ടികളൊക്കെ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. നല്ല നിലയുണ്ട്. ഇപ്പോൾ ഞാനൊരു 5-6 ഉള്ളൂ. എൻ്റെ നെഞ്ചൊപ്പം മാത്രമേ വെള്ളമുള്ളൂ. ഇന്നലെ കാഴ്ചകൾ കാണിച്ചു മതിയായില്ല, കണ്ടു മതിയായില്ല. അതുകൊണ്ട് ഇന്ന് ആദ്യം വന്നു. രാവിലെ ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഭംഗി അറിയുന്നത് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് അടിയിലൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കുറെ മീനുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു എൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ പൂള്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ അത് പറഞ്ഞത് അത് നാച്ചുറലായിട്ട് ഉണ്ടായതാണ്. പക്ഷേ ലേറ്റർ അതായത് നെറ്റിലൊക്കെ അത് നാച്ചുറലായിട്ടുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ ശരിക്കും ഉണ്ടായിരിക്കുന്നത് ഇവിടെ ലൈം സ്റ്റോൺ ഉണ്ടായിരുന്നു അത്രേ. അപ്പോൾ ആൾക്കാരത് കുഴിച്ച് ഇവിടുത്തെ ലൈം സ്റ്റോൺ പോയി അങ്ങനെ അതൊരു പൂളായതാട്ടോ. ഇവിടെ പല ഭാഗത്തും ഇന്നലെ നമുക്ക് കാണാൻ പറ്റിയില്ല, ഇരുട്ടായതുകൊണ്ട്. ഇങ്ങനെ ജോമെട്രിക്കൽ ഷേപ്സ്, അത് റെക്ടാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലൊക്കെയാണ് കുഴിച്ചേക്കണത്. അപ്പോൾ അങ്ങനെ നാച്ചുറലായിട്ട് വരില്ലല്ലോ. അപ്പോൾ സൈഡിലേക്ക് വന്നിട്ട് എവിടെ പോയില്ലെങ്കിലും ഇവിടെ വരണം. എവിടെ പോയില്ലെങ്കിലും ആക്ച്വലി ഈ നേരത്ത് വരണം. സന്ധ്യ ആകുമ്പോഴേക്കും നമുക്ക് ആ അടിഭാഗം ഒന്നും കാണാതെ കുറച്ചും കൂടി തിര കൂടും. ഇന്നലെ കഴുത്തിനൊപ്പം ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ അത്രയില്ല. നിങ്ങൾ മുന്നിൽ കിടക്കണോണ്ടാണ്. ചിലപ്പോൾ
കരിക്കട്ടയായാലും വിഷയമല്ല, വന്ന് അടിച്ചു വിളിച്ച് പോണം. ഇന്ത്യ കേരള அவங்களும் குஜராத் ஓ நீங்களும் இந்தியா கேம் சோ ஹரிஷ் 4 பேர் வந்திருக்கிறாங்க. சார்மானா இருக்கிறாங்க. எங்களோட மகன் உண்டு, மகள் உண்டு. உங்களுக்கு எப்படி தமிழ் தெரியும்? எங்களோட ஊர் ஸ்ரீலங்கா. ஓ வாங்க இங்கே குஜராத் வாங்க. അമ്മമ്മ ഉണ്ടല്ലോ 28 ഇവിടുത്തുകാരിയാണ്, ശ്രീലങ്കക്കാരിയാണ്. ഗുജറാത്തിലേക്ക് 28 കൊല്ലം മുമ്പ് കല്യാണം കഴിഞ്ഞ് പോയതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. 28 കൊല്ലം കഴിഞ്ഞിട്ട് ശ്രീലങ്ക കാണാൻ. അപ്പോൾ അവരുടെ മുഖത്തുണ്ടല്ലോ ഇവിടുന്ന് പോയ അതേ ചെറുപ്പക്കാരി ഫീലിലാണ് കേട്ടോ പോണേ. അത്രയും യങ് ആയിട്ട് കാണുമ്പോൾ അത്യാവശ്യം പ്രായമുണ്ട്. എന്നാലും വെള്ളത്തിലൊക്കെ കളിച്ച് ഭയങ്കര ഹാപ്പിയാണ്. ശരിക്കും വീട്ടിലേക്ക് തിരിച്ചു വന്ന ഒരു സന്തോഷം. ലക്ഷ്മി യാത്ര കഴിഞ്ഞ് ലക്ഷ്മിയുടെ വീട്ടിൽ പോകുമ്പോൾ ലക്ഷ്മിയുടെ ഒരു വൈബല്ലേ, അതാണ് അമ്മമ്മയ്ക്ക് ഇപ്പോൾ. ഈ ഭാഗത്തുണ്ടല്ലോ ഫോറിനേഴ്സിനേക്കാളും കൂടുതൽ ലോക്കൽസ് ആണ്. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് പ്രായവും ഒന്നും കണക്കെടുക്കാതെ വന്നതിലേക്ക് ചാടി കുത്തി മറിഞ്ഞവർ എൻജോയ് ചെയ്യണം. ഇവിടെ ഒരു ചെറിയ കടൽ തിട്ട ഉണ്ട് കേട്ടോ. കടലിനെയും ഈ പൂളിനെയും ഡിവൈഡ് ചെയ്യുന്ന ഒരു തിട്ട. അപ്പോൾ അതിൽ തിരയടിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ലക്ഷ്മി എൻ്റെ മുകളിൽ കയറി ഇരിക്കാനുള്ള തത്രപ്പാടിലാണ്. കുളിയൊക്കെ കഴിഞ്ഞ് കയറി. ലക്ഷ്മിയുടെ കണ്ണിങ്ങനെ ചുമന്നിരിക്കുന്നു കേട്ടോ. കണ്ടല്ലോ കുഞ്ഞിക്കൂനർ സിനിമയിലെ സായികുമാറിന്റെ കണ്ണു പോലെ ഉണ്ട്. കുളിയല്ല, കളിച്ച് തിമിർത്തിട്ടുണ്ടല്ലോ. അയ്യോ ക്ഷീണായി. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ ചുരുക്കാന്ന് വിചാരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്നത് ആക്ച്വലി നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ടൈപ്പ് ആയിരുന്നു. ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്ലി സ്ഥലങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. ഇതിപ്പോ ഇൻസ്റ്റാഗ്രാമേഴ്സിന് വേണ്ടി മാത്രമല്ല കേട്ടോ, അല്ലാന്നുണ്ടെങ്കിലും ജസ്റ്റ് വന്നിരുന്ന് ചില്ല് ചെയ്യാനും എല്ലാ സ്ഥലം അടിപൊളിയാണ്. ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് ഫോട്ടോ പോലും എടുത്തിട്ടില്ല. ഞങ്ങള് ഫോട്ടോ പോലും എടുത്തില്ല. അതാണ് വേറൊരു ഇത്. ഞങ്ങള് അത് മറക്കരുത്. എനിക്ക് ആക്ച്വലി ഇത്രയും കണ്ടിൽ ഏറ്റവും ഇഷ്ടമായത് നാച്ചുറൽ പൂളാണ്. കാരണം അത് ഫോട്ടോനും അടിപൊളിയാണ്, വീഡിയോനും അടിപൊളിയാണ്. ഇതൊന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വന്നിരുന്ന് അടിപൊളിയാണ്. അപ്പം എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത കാഴ്ചകളായിട്ട് നമ്മുടെ പരിസരം കാലിൽ നിന്ന് പോകുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ചു തരാം. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം. പിന്നെ ഞങ്ങളെ പോലെ നിങ്ങൾക്ക് ഇതുപോലെ ടുക്ക് റെന്റ് ചെയ്ത് ശ്രീലങ്ക ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് tuktukrental.com കയറിയിട്ട് TINPIN എന്ന് പറഞ്ഞുള്ള കൂപ്പൺ കോഡ് അല്ലേ യൂസ് ചെയ്ത് നിങ്ങളുടെ ഓട്ടോ ഹയറിംഗ് എമൗണ്ട് 5% ഓഫ് കിട്ടും. ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.